നമ്മൾ ഫോക്കസ് നമ്പർ 1ലേക്ക് പോവുകയാണ്. കോതമംഗലത്ത് ആത്മഹത്യ ചെയ്ത സോന ലവ് ജിഹാദിന്റെ ഇരയോ? വിവാദങ്ങൾ കത്തുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ കുടുംബം വലിയ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ആ അമ്മ മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ ആ അമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇന്ന് കുറച്ചുകൂടി കടുപ്പിക്കുകയാണ്. ഈ വിഷയത്തിൽ NIA അന്വേഷണം വേണം എന്ന ഒരാവശ്യമാണ് കുടുംബം മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന അന്വേഷണം പോരാ, തന്റെ മകൾ ലവ് ജിഹാദിന്റെ ഇരയാണ് എന്ന് കുടുംബം പറയുന്നു. മതപരിവർത്തനം മൂലം ആണ് ആത്മഹത്യ എന്ന കാര്യം കുറച്ചുകൂടി ഊന്നൽ നൽകി പറയുകയാണ് ആ കുടുംബം. അക്കാര്യങ്ങൾ അന്വേഷിക്കണം, അതിന് കേന്ദ്ര ഏജൻസി വരണം, NIA കേസ് അന്വേഷിക്കണം എന്നതാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. നേരത്തെ സമാനമായ അന്വേഷണം ചില സഭാ നേതൃത്വങ്ങളുടെ ഭാഗത്തു നിന്നുമുണ്ടായി, രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങളുടെ ഭാഗത്തു നിന്നുമുണ്ടായി. ഇപ്പോൾ അതേ ആവശ്യത്തിലേക്ക് കുടുംബവും എത്തുന്നു. സോനയുടെ അമ്മയ്ക്ക് വലിയ സംശയങ്ങൾ ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുണ്ട്. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും കുടുംബം കത്തയച്ചിരിക്കുകയാണ്. പോലീസ് കേസെടുത്തിരിക്കുന്നത് ദുർബല വകുപ്പുകൾ മാത്രം ചുമത്തി എന്നാണ് കുടുംബം പറയുന്നത്. കുടുംബത്തിന് ഏറെ സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നതാണ് വ്യക്തമാകുന്നത്. അന്വേഷണം പുരോഗമിക്കുമ്പോൾ പോലീസ് പ്രത്യേക സംഘത്തെയാണ് ഇപ്പോൾ അന്വേഷണത്തിനായി നിയോഗിച്ചിരിക്കുന്നത്. അത് വലിയ രീതിയിൽ തന്നെ ഈ വിവാദങ്ങൾ കടുക്കുന്ന ഒരു ഘട്ടത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഇതിന്റെ ചുമതല ഏറ്റെടുക്കുന്നത്. മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടന്നു വരുന്നത്. കേസിൽ പ്രതി റമീസിന്റെ മാതാപിതാക്കളെ ഉടൻ ചോദ്യം ചെയ്യാൻ നീക്കമുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളുണ്ടായിരുന്നു. അവരെ ചോദ്യം ചെയ്യും അന്വേഷണ സംഘം ഉടൻ എന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഒപ്പം തന്നെ റമീസിന്റെ കസ്റ്റഡി അപേക്ഷ നീക്കാനുള്ള നീക്കങ്ങൾ ഉണ്ട്. അതിനും കോടതിയിൽ അന്വേഷണ സംഘം അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് കുടുംബം വലിയ ആരോപണങ്ങളുമായി രംഗത്തെത്തുന്നത് എന്നത് ഓർക്കണം. കുടുംബം NIA അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കത്തോലിക്ക കോൺഗ്രസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഗൗരവതരമായ ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു. കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന ആവശ്യം കത്തോലിക്ക കോൺഗ്രസ് നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിരുന്നതാണ്. സോനയുടെ കത്തിലെ വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന ഒരാവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചത്. പ്രണയം നടിച്ച് മതം മാറ്റാൻ ശ്രമിക്കുന്ന സംഘടിത ലോബി കേരളത്തിലുണ്ട് എന്ന വാദത്തിന് ശക്തി പകരുന്നതാണ് സോനയുടെ ആത്മഹത്യയും ആത്മഹത്യയ്ക്ക് ശേഷം പുറത്തുവന്ന ആത്മഹത്യാ കുറിപ്പും എന്നതാണ് കത്തോലിക്ക കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാട്ടിയത്. സംഘടിത സംവിധാനങ്ങൾ പുറകിലുണ്ട് എന്നതാണ് അവർ ആരോപിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് അന്വേഷണം വേണം എന്നത് അവർ പറയുന്നു. ഇത് തീവ്രവാദത്തിന്റെ മറ്റൊരു മുഖമാണ് എന്നതും കത്തോലിക്ക കോൺഗ്രസ് ആരോപിച്ചിരുന്നു. ആ ആരോപണങ്ങൾ ഇപ്പോൾ കുടുംബവും ഏറ്റെടുക്കുന്നു. നേരത്തെ തന്നെ വാർത്താ സമ്മേളനത്തിൽ ആ അമ്മ പറഞ്ഞതിൽ ഇതിന്റെയൊക്കെ സൂചനകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർ നേരിട്ട് തന്നെ അത് NIAയുടെ അന്വേഷണം ആവശ്യപ്പെടുകയും ഈ തരത്തിലുള്ള വിഷയങ്ങൾ ഈ മരണത്തിന് പിന്നിലുണ്ടോ എന്നത് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെടുകയാണ്. ഒറ്റപ്പെട്ട സംഭവമായി ഇതിനെ കാണരുത് എന്നതാണ് കത്തോലിക്ക കോൺഗ്രസ് നൽകിയിരുന്ന മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ ഇതിൽ ശക്തമായ അന്വേഷണം വേണം എന്നതും അവർ ആവശ്യപ്പെട്ടിരുന്നു. അതിന് പിന്നാലെ കുടുംബം കൂടി ഇത്തരം ഒരു ആവശ്യം ഉന്നയിക്കുകയാണ്. നേരത്തെ എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ്. TTC വിദ്യാർത്ഥിനിയാണ്, 23 വയസ്സുകാരിയാണ് സോന വളരെ ചെറുപ്പം മുതൽ തന്നെ റമീസുമായിട്ട് പ്രണയത്തിലായിരുന്നു. ആ യുവാവുമായുള്ള പ്രണയത്തിൽ ചില പ്രശ്നങ്ങളും പക്ഷേ ഉണ്ടായിരുന്നു. മതം മാറണമെന്ന ആവശ്യം അവർ നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിരുന്നതാണ്. ആ ആവശ്യം ഈ പെൺകുട്ടി സമ്മതിച്ചതാണ്, പെൺകുട്ടിയുടെ കുടുംബവും സമ്മതിച്ചതാണ്. പക്ഷേ അതിനുശേഷം ഇമോറൽ ട്രാഫിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസിൽ റമീസ് പെടുന്നു. അതിനുശേഷം പെൺകുട്ടിയുമായി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. വിവാഹത്തിൽ നിന്ന് പെൺകുട്ടി ഒഴിഞ്ഞു മാറുന്നില്ല, പക്ഷേ മതം മാറില്ല എന്നൊരു നിലപാട് പെൺകുട്ടി സ്വീകരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇരുവർക്കും ഇടയിൽ വലിയ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു. അതിനുശേഷം പെൺകുട്ടി സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ നിന്ന് റമീസ് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. വീട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു. അതിനുശേഷം റമീസിന്റെ വീട്ടുകാരും തന്നെ പീഡിപ്പിക്കുന്നതിന് കൂട്ടുനിന്നു തുടങ്ങിയ കാര്യങ്ങളാണ് പെൺകുട്ടി സുഹൃത്തിനോട് പറഞ്ഞിരുന്നത്. ആ സുഹൃത്ത് നമ്മളോട് കഴിഞ്ഞ ദിവസം ഇതെല്ലാം വെളിപ്പെടുത്തിയിരുന്നതാണ്. ആത്മഹത്യാക്കുറിപ്പിലും സമാനമായിട്ടുള്ള വിവരങ്ങൾ. ഈ റമീസിന്റെ വീട്ടുകാർക്കെതിരെ പോലും ഗുരുതരമായ ആരോപണങ്ങളുണ്ട്. വലിയ ശാരീരിക പീഡനം ഏൽക്കേണ്ടി വന്നതിന്റെ വിവരങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ മറ്റൊരു പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് BJPയുടെ ഭാഗത്തു നിന്നാണ് ഇടപെടൽ. കാരണം നമുക്കറിയാം ലവ് ജിഹാദ് വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ എപ്പോഴും നിലപാടുകൾ എടുക്കുന്നവരാണ് BJP ആയാലും കത്തോലിക്ക കോൺഗ്രസ് ആയാലും. BJP ഈ വിഷയത്തിൽ
മൗനം പാലിക്കുന്ന മുഖ്യമന്ത്രിയെ ചോദ്യമുനയിൽ നിർത്തുന്നു. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവിനെയും ചോദ്യമുനയിൽ നിർത്തുന്നു. BJP നേതാവ് ഷോൺ ജോർജ് ആണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. വടക്കേ ഇന്ത്യയിലേക്ക് കണ്ണും നട്ടിരിക്കുന്ന വടക്ക് നോക്കി യന്ത്രങ്ങളായ പിണറായി വിജയനും VD സതീശനും അറിയാൻ നിങ്ങളുടെ കാൽ ചുവട്ടിൽ കോതമംഗലത്ത് ഒരു പെൺകുട്ടി മതപരിവർത്തനത്തിന് നിർബന്ധിച്ചതിന്റെ പേരിൽ ജീവൻ ഒടുക്കിയത് അറിഞ്ഞില്ലേ? എന്താ ഒന്നും മിണ്ടാത്തെ? സമരങ്ങളൊന്നുമില്ലേ എന്നാണ് ഷോണിന്റെ ചോദ്യം. അത് മുഖ്യമന്ത്രിയോടും പ്രതിപക്ഷ നേതാവിനോടുമുള്ള ചോദ്യമാണ്. നമുക്കറിയാം, കന്യാസ്ത്രീയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസ്ഥാന BJP വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരുന്നു. മതപരിവർത്തനം ആരോപിച്ച് കന്യാസ്ത്രീകളെ അവിടെ തടഞ്ഞു വെക്കുകയും വലിയ രീതിയിൽ ഗുരുതരമായ കുറ്റങ്ങളൊക്കെ ചുമത്തുകയും ചെയ്തിരുന്നു. അതിൽ സംയുക്ത പ്രക്ഷോഭം എന്ന് തന്നെ പറയാവുന്ന നിലയിലേക്ക് സംസ്ഥാനത്ത് കോൺഗ്രസും CPM ഒക്കെ രംഗത്ത് വന്നതാണ്. അതുകൊണ്ട് തന്നെ ഇരുവരെയും ചൂണ്ടിയാണ് വടക്കേ ഇന്ത്യയിലേക്ക് കണ്ണും നട്ടിരിക്കുന്ന നിങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ അറിയില്ലേ എന്ന ഒരു ചോദ്യം ഷോൺ ജോർജ് ഉന്നയിക്കുന്നത്. എന്തായാലും ഇത് ലവ് ജിഹാദ് എന്ന് വരുത്താനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടത്തുകയാണ്. ഇപ്പോൾ കുടുംബവും അതിന് സമാനമായിട്ടുള്ള ഒരു കാര്യം മുന്നോട്ട് വെക്കുന്നു. അവർ NIA അന്വേഷണം ഈ കാര്യത്തിൽ വേണമെന്നാവശ്യപ്പെടുന്നു. മുഖ്യമന്ത്രിക്കും DGPക്കും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരിക്കുന്നു. അതേസമയം തന്നെ പോലീസ് എത്തുന്ന നിഗമനം എന്ന് പറയുന്നത് ഇത് ഇരുവരും തമ്മിലുള്ള ചില പ്രശ്നങ്ങളാണ്. അവരുടെ പ്രണയത്തിനിടയിൽ ഇരുവർക്കും ഇടയിൽ ഉടലെടുത്ത ചില പ്രശ്നങ്ങളാണ് ആത്മഹത്യയിലേക്ക് നയിച്ചിരിക്കുന്നത്. തർക്കങ്ങളും സംശയങ്ങളും ഒപ്പം തന്നെ റമീസിൽ നിന്ന് നേരിട്ട കടുത്ത അവഗണനയുമൊക്കെ പെൺകുട്ടിയെ ആത്മഹത്യയിലേക്ക് നയിച്ചു എന്നതാണ് പോലീസിന്റെ ഈ വിഷയത്തിലുള്ള പ്രാഥമിക നിഗമനം. ആ തർക്കം മൂലം മതം മാറാൻ തയ്യാറല്ല എന്ന് പെൺകുട്ടി നിലപാടെടുത്തു. അതുകൊണ്ട് തന്നെ ഈ തർക്കങ്ങൾ ഒടുവിൽ പ്രശ്നങ്ങളിലേക്ക് എത്തുകയും അങ്ങനെ ഒരു ആത്മഹത്യ, അത് നമുക്കറിയാം, പല ബന്ധങ്ങളിലും അത്തരം ആത്മഹത്യകൾ നടക്കുന്നുണ്ട്. നമ്മൾ നിരവധി കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സ്വാഭാവികമായ സംഭവം എന്ന നിലയിലാണ് പോലീസ് ഇതുവരെ ഈ വിഷയത്തെ കണ്ടിരിക്കുന്നത് എങ്കിൽ കുടുംബത്തിന് അതിനപ്പുറമുള്ള ആക്ഷേപങ്ങളുണ്ട്. ഇപ്പോൾ പ്രത്യേക സംഘം അന്വേഷിക്കുന്ന കേസ് NIAക്ക് കൈമാറണം എന്നതാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. മുഖ്യമന്ത്രിക്കും DGPക്കും ഒക്കെ പരാതി നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ കുടുംബത്തിന് അത്തരമൊരു ആക്ഷേപമുള്ള സാഹചര്യത്തിൽ മതസംഘടനകൾ ഈ വിഷയമായി ഇടപെട്ട സാഹചര്യത്തിലൊക്കെ എന്ത് തീരുമാനം സർക്കാർ സ്വീകരിക്കുന്നു, ഇനി എന്തൊക്കെ ഇടപെടലുകൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു എന്നത് കാത്തിരുന്ന് തന്നെ കാണണം. എന്തായാലും ഈ സംഭവത്തിന്റെ ഗൗരവം വലിയ രീതിയിൽ ഉയരുകയാണ്. അമ്മയുടെ കൂടി ഈ രീതിയിലുള്ള പ്രതികരണവും ആവശ്യവും രംഗത്ത് വരുന്ന സാഹചര്യം.